ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒരു ഓത്തറാണ്, പബ്ലിഷറാണ്, ഓത്തർ കോച്ചാണ്. പിന്നെ എഴുത്ത് വായന റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ ഇവിടെ യൂഷ്വലി ചെയ്യാറ്. ഇന്ന് നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ബുക്കിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു എഴുത്ത് അല്ലെങ്കിൽ വായന റിലേറ്റഡ് കണ്ടന്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇൻസ്റ്റഡ് ഞാനൊരു ലൈഫ് അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആലോചിച്ചു പറയണോ വേണോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എല്ലാ ആഴ്ചയിലും വീഡിയോ ഒക്കെ ഇടുന്നതാണ് യൂട്യൂബിൽ. നിങ്ങൾ എന്നെ ഡെയിലി മോസ്റ്റ്ലി വീക്ക്ലി ഒക്കെ കാണുന്നതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അത്ര നല്ല വാർത്തയല്ല, എന്നാലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. തൈറോയിഡിലൊരു ഗ്രോത്ത് ഡയഗ്നൈസ് ചെയ്തു. മറ്റേ പാപ്പിലറി കാർസിനോമ എന്ന് പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ തന്നെയാണ്. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടൊക്കെ. അങ്ങനെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ ഹിസ്റ്ററി ഓഫ് എന്താ പറയുക, തൈറോയിഡ് ഹിസ്റ്ററികളൊന്നും ഇല്ല. ഈ ഹൈപ്പോതൈറോയിഡിസം അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഇല്ല. ഒരു മരുന്നും കഴിക്കുന്നില്ല, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചതാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഞാൻ അതിലേക്കൊക്കെ വരാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പോയിന്റ്സ് ആയിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ധന്യാവർമ്മ ജുവൽ മേരി ആയിട്ട് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഐ ആം വിത്ത് ധന്യാവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമില്ലേ, അതിൽ ജുവൽ മേരിയുടെ പ്രോഗ്രാം കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് അവരൊരു തൈറോയ്ഡ് ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ പുള്ളിക്കാരി അതിൽ പറയുന്നുണ്ട് ഒരു എന്താ വേറെ സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരു പൂച്ച മാന്തിയ തൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എൻ്റെ തൊണ്ടയിൽ ഒരു പൂച്ച മാന്തിയ എഫക്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ത്രോട്ട് ക്ലിയർ ചെയ്യും, ഇങ്ങനെ ചെയ്യും. മോസ്റ്റ്ലി ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് എനിക്കിത് ഭയങ്കര ടൂ മച്ച് ആയിട്ട് തോന്നുന്നത്. കാരണം എൻ്റെ വീഡിയോയിൽ വലിയ എഡിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നേ ഞാൻ ഇവരോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇവരെ പേഴ്സണലി അറിയൊന്നുമില്ല, ധന്യാവർമ്മയാണെങ്കിലും ജുവൽ മേരി ആണെങ്കിലും. പക്ഷേ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ നമുക്ക് തന്നെ തോന്നുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, വലിയ കാര്യമാണ്. അതൊന്ന്. 2, ഞാൻ ഓണത്തിന് നാട്ടിൽ പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഇതുണ്ടോ എന്ന് ചോദിച്ചു, എന്തോ ഒരു തടിപ്പ് പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അറിയത്തില്ല, ഇവിടെ ഇല്ല. ഞാൻ പറയാതെ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എനിക്കിത് കാരണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബ്രീത്തിങ് അല്ലെങ്കിൽ സംസാരിക്കാൻ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. സാധാരണയുള്ള സിംറ്റംസിൽ ഇതൊക്കെ ഉള്ളതാണ്. ഈ ആൾക്കാർക്ക് ഫുഡ് ഇറക്കാൻ, വെള്ളം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നതാണ് പറയുന്നത്. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നല്ല പോളിംഗ് ഒക്കെയാണ്, ഒരു പ്രശ്നമില്ല. ആൻഡ് മോസ്റ്റ്ലി ചില ആൾക്കാർക്ക് ഇതുപോലെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ റുട്ടീൻ ചെക്കപ്പുകളൊക്കെ നടത്തുന്നുണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഹിസ്റ്ററി ഒന്നുമില്ല എൻ്റെ ലൈഫിൽ ഇതുവരെ. എനിക്കിപ്പോൾ 33 വയസ്സുണ്ട്. ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ നമ്മൾ ഇയർലി ചെക്കപ്പുകളൊക്കെ നടത്തത്തില്ലേ, ബ്ലഡ് ടെസ്റ്റ്, നോർമൽ കാര്യങ്ങളൊക്കെ, TSH, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേരിയേഷൻ ഇല്ല. എല്ലാം പക്കയാണ്. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആളാണ്. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ബോഡി വെയിറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഇൻഡ്യൂഷനൊക്കെ തോന്നിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ നോക്കിയതാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പം നിങ്ങളോട് ഇത് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് അത് വിശ്വസനീയമായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ മറ്റേ ഹൈലി ഇൻ ടച്ച് വിത്ത് അവർ ബോഡി എന്ന് പറയത്തില്ലേ, അപ്പം എന്താ പറയുക അതിന് എന്നുവെച്ചാൽ നമുക്കിപ്പം ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതായത് എൻ്റെ മുടി മുറിക്കുമ്പോൾ എത്ര ലെങ്ത് മുറിക്കണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഓരോ കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഒരു ഫിസിഷ്യനെ കണ്ടു. അതായത് ഇത് സംഭവിക്കുന്ന എല്ലാം ഒരു 1-2-3 ദിവസങ്ങൾ കൊണ്ടാണ്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ 3 ഡോക്ടറെ കാണാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്തോ ഇവിടെ ഒരു ഈ പറയുന്ന ഒരു പൂച്ചമാന്തിയ തൊണ്ടയുള്ളത് കൊണ്ട് ജുവൽ മേരിയുടെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഒരു അനാവശ്യ കൺസേൺ ആയിട്ട് വിചാരിച്ചതാണ്. സ്റ്റിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഞാനത് കണ്ടു. അതിനുശേഷം ഒരു 1-2 ആഴ്ച ഞാനിങ്ങനെ ശ്രദ്ധിച്ചു എൻ്റെ തൊണ്ട. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഒരു ഇതുള്ളത് കൊണ്ട് പക്ഷെ അത് യൂഷ്വലി എല്ലാവർക്കും ഉള്ളതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ പനിയൊക്കെ വന്നാൽ നമ്മൾ ചെയ്യുന്നതല്ലേ. എനിവേ നമ്മളൊരു ഫിസിഷ്യനെ കണ്ടു. അപ്പം എൻ്റെ അമ്മയ്ക്ക് വോക്കൽ കോഡ് ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളതാണ്. അമ്മ വോക്കൽ കോഡ് ക്യാൻസർ സർവൈവറാണ്. വോക്കൽ കോഡും തൈറോയിഡും തമ്മിൽ എന്താ പറയുക, ടെക്നിക്കലി അങ്ങനെ ബന്ധമില്ലെങ്കിലും നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ളതുകൊണ്ട് അത് അവരോട് പറഞ്ഞു. പുള്ളിക്കാരി എന്നോട് ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞു. അത് അന്ന് തന്നെ എടുത്തു. പിറ്റേന്ന് ഈ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ടായിട്ട് പോയപ്പോൾ അതിൽ കുറച്ച് ഗ്രോത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ട് FNAC ചെയ്യാൻ പറഞ്ഞു. FNAC ചെയ്തു. അതിൻ്റെ റിസൾട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നു. ഇതെല്ലാം ഒരു 3 ദിവസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ FNACയുടെ റിസൾട്ട് വന്നപ്പോൾ ഓക്കെ, എന്തായാലും സർജറി ചെയ്യണം.
അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തു. പിന്നെ നമ്മൾ സർജനെ കാണുന്നു, അടുത്ത ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നു, പിന്നെ സർജറി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നു. ഇതെല്ലാം ചട്ടപ്പടയെന്ന് കഴിഞ്ഞു. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്നിപ്പം എന്താണ് സെപ്റ്റംബർ 12 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 15 തീയതിയാണ് സർജറി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നും അല്ല, പെട്ടെന്ന് കഴിയും, പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനൊക്കെ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആൻഡ് സാധാരണ നമ്മൾ ഈ ക്യാൻസറിൽ ഉണ്ടാകുന്ന അത്രയും കോൺസിക്വൻസസോ കീമോ അങ്ങനത്തെ റേഡിയേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല. ചിലപ്പോൾ മറ്റേ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി വേണ്ടി വരും, അതറിയത്തില്ല. അത് പോസ്റ്റ് സർജറി അതനുസരിച്ചിട്ടാണ്. ഇതൊരു ആധികാരികമായ ഇൻഫർമേഷൻ ആയിട്ട് എടുക്കണ്ട, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളായിട്ട് എടുത്താൽ മതി. ഇത്രയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ. അപ്പോൾ 15 തീയതി പോവുക, പരിപാടി വരിക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഈ ഒരു അവസരത്തിൽ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ താങ്ക്സ് ഒക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ തോന്നത്തില്ലേ? എനിക്ക് എന്നോട് തന്നെ ഭയങ്കര നന്ദി തോന്നാറുണ്ട്. എന്താ പറയുക, ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നാറുണ്ട്. കാരണം ഞാൻ ഹൈലി ഇൻ ടച്ച് വിത്ത് മൈ മൈൻഡ് ആൻഡ് ബോഡിയാണ്. അല്ലെങ്കിൽ ഞാനത് അറിയത്തേ ഇല്ലായിരുന്നു, ഇത് ഞാൻ കണ്ടുപിടിക്കത്തേ ഇല്ലായിരുന്നു. എൻ്റെ ഒരു എഫേർട്ടിൻ്റെ പുറത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. 1 2 വല്ലപ്പോഴുമാണ്, മാസത്തിലൊരിക്കലാണ് കാണുന്നതെങ്കിലും എൻ്റെ അമ്മ അത് വളരെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. 3 ഈ എവിടെയോ ഇരിക്കുന്ന ജുവൽ ബേരിയും ധന്യാവർമ്മയും കൂടെ ഒരു വീഡിയോ ഇട്ടത്. യൂട്യൂബിലൊക്കെ നമ്മൾ എത്ര വീഡിയോ കാണുന്നു, കാണാതിരിക്കുന്നു. ഞാൻ അത് തന്നെ കണ്ടു എന്നുള്ളതാണ്. ഞാൻ ടു മച്ച് കണ്ടന്റ് ഒന്നും ഇപ്പം യൂട്യൂബിൽ നിന്ന് കൺസ്യൂം ചെയ്യാറില്ല, കുറവാണ്. നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ കൺസംഷൻ കുറയും. പക്ഷെ ഞാനത് കണ്ടു, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ പോയി നോക്കി. ആൻഡ് പിന്നെ ഞാൻ പോയി നോക്കിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്നെ അവർ വിശ്വസിച്ചു. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോക്കൊന്നും അവർ പറഞ്ഞില്ല. ഇങ്ങനെ കാണുന്ന ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരാളെ ഇതിപ്പം കുറച്ചും കൂടി ഒരു വിങ്ങിൽ തോന്നുന്നത് ഈ FNAC എന്ന് പറഞ്ഞൊരു നീഡിൽ വെച്ചിട്ട് ഇവിടുന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിങ്ങലായി കാണുന്നത്. അതർവൈസ് ഇത്ര പോലും കാണത്തില്ല, വിസിബിളി അറിയത്തില്ല. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടു, വിശ്വസിച്ചു. ഞാൻ എന്നെ തന്നെ നന്നായി വിശ്വസിച്ചു, മനസ്സിലാക്കി എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ട് എടുക്കാനാണെങ്കിൽ യു ഷുഡ് ബി ഹൈലി ഇൻ ടച്ച് വിത്ത് യുവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മുടെ മനസ്സും ശരീരവും എന്നീ ആൾക്കാർ, വലിയ വലിയ ആൾക്കാരൊക്കെ പറയത്തില്ലേ, ചിന്തിക്കും ഭയങ്കര സ്പിരിച്വലിയൊക്കെ ആൾക്കാർ പറയത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് വേർഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരീരവുമായിട്ടും മനസ്സുമായിട്ടും ഹൈലി ഇൻ ടച്ച് വിത്ത് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്നൊരു ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങൾക്ക് തോന്നും. ബൈ ദ വേ, ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്ത് തകർക്കാൻ വേണ്ടി കറങ്ങുമ്പോൾ കസേരയൊക്കെ മേടിച്ചതാണ്. അതിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. മേ ബി ചിലപ്പോൾ ഞാനിപ്പോൾ ഇരുന്നിട്ടൊരു കുറച്ച് വീഡിയോസ് എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും അടുത്ത ഒരു 1-2 ആഴ്ചത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെന്ന് അറിയത്തില്ല, വോയിസ് റെസ്റ്റൊക്കെ കാണുമായിരിക്കും, പിന്നെ മുറിവൊക്കെ ഉണ്ടാവുമായിരിക്കും, ഉണങ്ങാനുള്ള സമയമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ വരുമായിരിക്കും. ആൻഡ് ചിലപ്പോൾ ഇനി വരുമ്പം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്പോൾ എന്നോട് ചോദിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ പറയണേ. പിന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, അതൊക്കെയാണ് ഞാനിതിങ്ങനെയാണ് ഡയഗ്നൈസ് ചെയ്തത്. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ അറിയാൻ പറ്റിയെന്ന്. ഇങ്ങനെയാണ് അറിഞ്ഞത്. ഭയങ്കര ഒരു എന്താ പറയുക, അവനവനെ തന്നെ അറിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വേറെ ആരും നമ്മൾ ഇപ്പോൾ പറയാം റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊന്നും കണ്ടുപിടിച്ചതല്ല. നമ്മൾ ഇയർലി ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്യില്ലേ, ബോഡി ടെസ്റ്റൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊന്നും കണ്ടുപിടിച്ചതല്ല. വെറുതെ പോകുന്ന വഴി അങ്ങ് മനസ്സിലാക്കി എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞതും അതിൻ്റെ ഒരു ബ്രൈറ്റ് സൈഡ് കാണും ദിവ്യ, ഇതിപ്പോൾ എങ്ങനെ അറിയാതെ പോകാൻ 100% സാധ്യതയായിരുന്നു. അതിനപ്പുറത്ത് എന്തോ ഒരു 0% നമ്മൾ അറിഞ്ഞത്. അതിനകത്തൊരു ബ്രൈറ്റ് സൈഡ് ഉണ്ട്. ആൻഡ് വൈകിട്ടൊന്നുമില്ല, വളരെ നേരത്തെ അറിയാൻ പറ്റി. പിന്നെ ഇത് വളരെ സേഫ് സൈഡ് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. എല്ലാവരും കേട്ടവരും ഞാൻ സംസാരിച്ച ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും പറഞ്ഞത് ഇത് ഭയങ്കര ഈസി പീസി പരിപാടിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരവും മനസ്സും ഒക്കെ ആയതുകൊണ്ട് വളരെ എന്താ പറയുക, നമുക്കത് റിസീവ് ചെയ്യാനുള്ള ഒരു സ്പേസിലാണ്, കുഴപ്പമില്ല. ആൻഡ് പിന്നുള്ള ഒരു കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. എനിക്കൊരു സ്റ്റിച്ച് ഇടേണ്ടി വരികയോ മറ്റേ ഓടി പോച്ചതവോ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് 1-2 സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെയാണ്. അപ്പോൾ അത് ഫിസിയോ ഒക്കെ ചെയ്തങ്ങ് മാറി. അല്ലെങ്കിൽ വല്ല ഫുഡ് പോയ്സൺ അടിക്കുന്നതായിരിക്കും വല്ലതൊക്കെ കഴിച്ചിട്ട്. അല്ലാതെ എനിക്ക് ഇതുവരെയും എന്താ പറയുക, ഒരു കത്തി വെക്കുന്ന പരിപാടി ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെൻ്റെ ആദ്യത്തെ മറ്റേ ദേഹത്ത് കത്തി വെക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പേടിയും ഉണ്ട്. എന്താ പരിപാടി, ഈ അനസ്തേഷ്യൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, എക്സ്പീരിയൻസ് എന്തുമായിരിക്കും എന്നൊക്കെ. ഇൻ അഡീഷൻ ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് വേറെ തന്നെ ഒരു ഇമോഷണൽ സ്പേസിൽ നിന്ന് എഴുതേണ്ടതായിരുന്നു. അതിപ്പോൾ ഞാൻ തൽക്കാലം നിർത്തി വെച്ചു. എന്നിട്ട് ഞാൻ പുതിയൊരു സാധനം എഴുതി തുടങ്ങി.
അത് ഈ ഒരു ജേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാരലലി എഴുതാന്ന് വെച്ചാണ്. മോസ്റ്റ്ലി ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞിട്ടല്ല എഴുതുക. എൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ആ ജേണിയിൽ ഇരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ തൈറോയ്ഡ് ക്യാൻസർ ജേണിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഞാൻ എഴുതുന്നതിൽ കറന്റ് ഇമോഷൻ ഉണ്ടാവും, ഇപ്പോഴത്തെ ഇമോഷൻ ഉണ്ടാവും. അത് ഭയങ്കര റിലവൻ്റ് ആണ് എന്നെ സംബന്ധിച്ച്. അത് നമുക്ക് പിന്നെ കിട്ടത്തില്ല, എനിക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇതിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു റിക്കവറൊക്കെ ആയി കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ ഉള്ള ഇമോഷൻ ആയിരിക്കില്ല ഇപ്പോൾ എഴുതുമ്പോൾ. ഇപ്പോഴത്തെ എൻ്റെ ഒരു ആ ടർബുലൻസ് ഉണ്ടല്ലോ. ഞാൻ ഇതുപോലെ തന്നെയാണ് എൻ്റെ മറന്നു വെച്ച ഹൃദയം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. അതിനെക്കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അത് പോയിന്റ് ഈസ്, നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എഴുതുന്നതിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിന് നമ്മളുടെ തന്നെ ഒരു വലിയ റിഫ്ലക്ഷൻ അതിനകത്തുണ്ടാവും. വേറെ ആരെയും ബോധിപ്പിക്കാനല്ലെങ്കിലും നമുക്ക് ആ സമയത്തെ നമ്മളിലേക്ക് നോക്കുമ്പം ഇങ്ങനെയും ഒരു ഞാനുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ നാളെ ഇതെന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സർവൈവറായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദിസ് വാസ് ദ ടൈം എന്ന് നോക്കാൻ എനിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടിയാണ് ഈ ബുക്ക്. പേരൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തു കഴിഞ്ഞു. പേരൊക്കെ മറ്റേ റിസൾട്ട് കിട്ടിയതിൻ്റെ അന്ന് തന്നെ പേരൊക്കെ ഡിസൈഡ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ തല വർക്ക് ചെയ്യുന്നത്. അതങ്ങനെയാണ്, കലാകാരന്മാരല്ലേ. എന്നിട്ട് പിന്നെ കവർ ചെയ്തിട്ടില്ല. കവർ ഇനി എൻ്റെ പാർട്ട്ണറുണ്ട്, അജീഷുണ്ട് പിന്നാലെ തൂങ്ങണം, എന്നാലേ കവറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എഴുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതും ഒന്ന് അടുക്കിപ്പറക്കി എഴുതണം. പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിക്കണം, മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാനുള്ള ഞാനാണ്, ബാഗ് പാക്ക് ചെയ്യാനുള്ള ഞാനാണ് ഇപ്പോൾ ഇരുന്ന് ബുക്ക് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. പിന്നെന്താണ്, പിന്നെ ആൾക്കാരോട് ഇത് പറയണോ വേണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു, നമുക്ക് വേണമെങ്കിൽ പറയാണ്ടെങ്കിൽ ഇരിക്കാം. ഇതിപ്പോൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പറയണ്ട, അതെൻ്റെ ചോയ്സ് ആണല്ലോ. പക്ഷെ ഞാൻ പറയാൻ തീരുമാനിച്ചതിൽ ഒരു കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതല്ല, ഇതിനേക്കാൾ വലുത് വന്നാലും ചെറുത് വന്നാലും ഒക്കെയും ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചുറ്റിനും. ആൻഡ് എന്താ പറയുക, നമ്മളത് പറയുന്നതിലൂടെ, ഞാനത് ആൾക്കാരോട് പറഞ്ഞതിലൂടെ എനിക്ക് കിട്ടിയത് സോ മച്ച് ലവ്. ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ്. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ എപ്പോഴും എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടെന്നിരിക്കലും. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സപ്പോർട്ടീവായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് വളരെ എന്താ പറയുക, ഈ വിഷയം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്കുള്ള കോൺടാക്ട്സ് തരും. അവരെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണോ, ഈവൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണോ ചോദിക്കും, അല്ലെങ്കിൽ ഫിസിക്കലി അവർ വന്ന് സപ്പോർട്ട് ചെയ്യണോ ചോദിക്കും, മെസ്സേജുകൾ അയക്കും. എല്ലാവരും നമ്മളെ ഓർക്കും. അപ്പം എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു സിസ്റ്റമായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഫാർ എൻ്റെ സിസ്റ്റം വളരെ നല്ലതാണ്. എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പണ്ട് പഠിച്ച ആളുകൾ, വർക്ക് ചെയ്ത ആളുകൾ, ഞാൻ പണ്ട് പ്രണയിച്ച മനുഷ്യന്മാരുൾപ്പെടെ എല്ലാവരും എന്നോട് വളരെ, ഞാൻ വിഷയം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നീ നന്നായിട്ടിരിക്കുക, എന്താ വേണ്ടത്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു വളരെ നല്ല ഒരു എന്താ പറയുക, സോ ഫാർ സോ ഗുഡ്, നല്ല ഒരു ജേണിയാണ്. അപ്പോൾ ആൾക്കാരോട് പറയാതെ ഇരിക്കുമ്പോൾ നമ്മൾ ആ പറയാതിരിക്കുന്നതിൻ്റെ ഭാരം കൂടി എടുക്കണമല്ലോ. ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറയാതിരിക്കുമ്പോൾ കള്ളം പറയേണ്ടി വരും. അടുത്ത ആഴ്ച എന്താ ഒരു പരിപാടിക്ക് വരാത്തതെന്ന്. ടെക്നിക്കലി എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമല്ല, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം വളരെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. സോ ദാറ്റ് അവർ സപ്പോർട്ടീവായിരിക്കുന്ന, നമ്മൾ സപ്പോർട്ടീവായിട്ടൊരു സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല എനർജി നമുക്ക് കിട്ടും. ആ ഒരു എനർജിയുടെ ഒരു റേഡിയേഷൻ നമുക്ക് ഫീൽ ചെയ്യും. റേഡിയേഷനോ എന്താ പറയുക, അപ്പോട്ടെ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ആൾക്കാർ നമ്മളോട് നന്നായി ഇരിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ എഴുതിയത് എന്താണ്, പക്ഷെ ഞാൻ ഇതുവരെ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയും വളരെ എന്താ പറയുക, ഇമോഷണലി അത്ര അവൈലബിൾ അല്ല. കുഴപ്പമില്ല, അവർ സപ്പോർട്ടീവാണ്. സ്റ്റിൽ അവർക്ക് ഇത് പെട്ടെന്ന് കേട്ടാൽ എങ്ങനെ റിസീവ് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി കിളി പോയി നടക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ കുഴപ്പമില്ല, നമ്മൾ ഫാമിലിയിൽ ആരോടെങ്കിലും പറയണമല്ലോ. ആൻഡ് അച്ഛനോടും അമ്മയോട് ഇന്ന് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഓഗസ്റ്റ് അല്ലല്ലോ, സെപ്റ്റംബർ 12 ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് ഉണ്ട്. കുറേ പരിപാടികളുണ്ട്. ഞാൻ കമ്മിറ്റ് ചെയ്ത കുറേ കാര്യങ്ങളിൽ എല്ലാം ഈ മറ്റേ തൊണ്ട ഉപയോഗിച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ മാനസികമായിട്ട് റെഡി അല്ലെങ്കിൽ അത് എടുത്തു തീർക്കാൻ പാടാണ്. സ്റ്റിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള 1-2 വർക്ക്ഷോപ്പിൽ ഒരെണ്ണം ഞാൻ ഇന്ന് വൈകുന്നേരം തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോന്ന്. പിന്നെ വീട്ടിൽ പറയുന്നത്, അച്ഛനമ്മയും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ വിഷമിക്കും. പിന്നെ ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ നടക്കണം. ഈ സമയത്ത് എനിക്ക് അത്രയും ഒരു എഫേർട്ട് എടുക്കാൻ വയ്യ. എന്നെ ആശ്വസിപ്പിക്കൂ, എന്നെ നോക്കൂ എന്നുള്ള പോയിന്റിലാണ് ഞാൻ. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒന്ന് ഹോൾഡ് ചെയ്തു. ഡിസിഷനൊക്കെ ഒന്നായിട്ട് സർജറിയുടെ ഡേറ്റ് ഒക്കെ എടുത്തിട്ട് അച്ഛനെ അമ്മ അറിയിക്കാമെന്ന് വെച്ചു. വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നാട്ടിൽ. ബിക്കോസ് നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഒക്കെ ഉണ്ടാവാം. ദാറ്റ് ഇസ് ഓക്കെ, അതങ്ങനെ സംഭവിക്കാം.
അതിലിപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ക്യാൻസർ സർവൈവറാണ്, അച്ഛൻ പാർക്കിൻസൺസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അവർക്ക് വരാനൊക്കെ പാടാണ്. ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ്, അവർ പത്തനംതിട്ടയിലാണ്. പെട്ടെന്ന് അവർക്ക് ഓടി വരാനൊക്കെ പാടാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഈസി മൂവ്മെന്റ് ഒന്നും പോസിബിൾ അല്ല. പിന്നെയുള്ള ചേച്ചിയാണ്, അപ്പോൾ ചേച്ചി വന്നോളും അഗെയിൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവരെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കാന്നല്ലാതെ നമുക്ക് ആ ഇമോഷണൽ എനർജി അവിടെ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പയ്യെ പറയാൻ കുഴപ്പമില്ല, ഇന്നലെയും കൂടെ സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചു. ഇന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും കൂടെ അവർ ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ. മറ്റന്നാൾ ഞാൻ അഡ്മിറ്റ് ആവും, 15th സർജറി. ഓക്കെ. പിന്നെ ബുക്ക് എഴുതുന്ന കാര്യം പറഞ്ഞത്, അത് ഇത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് എഴുതാണ്ട് ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പാതി മനസ്സ് അവിടെയാണ്. ഞാൻ പാതി ഇങ്ങനെ ഇത് ഇവിടെ തന്നെ പാതി മടക്കി വെച്ചിരിക്കുകയാണ്. ഇത് തീർത്തിട്ട് വേണം എനിക്ക് അതിനകത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടോ അത് എഴുതാൻ. കാരണം ഇമോഷണലി ചില സാധനങ്ങൾ എഴുതാൻ ഒത്തിരി ഉള്ള സമയമാകുമ്പം ഈ പരീക്ഷയുടെ ലാസ്റ്റ് 15 മിനിറ്റ് എഴുതുന്ന പോലത്തെ ഫീലാണ്. ഭയങ്കരമായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ട് ആ സാധനം ഉണ്ടല്ലോ അത് വരും. അപ്പോൾ മോസ്റ്റ്ലി ഒരു 14ാം തീയതി വരെയൊക്കെ എഴുതാൻ പറ്റുമായിരിക്കും. 15ാം തീയതി മിക്കവാറും ലോക്കായിരിക്കും. 16ാം തീയതി എന്താ അവസ്ഥ എന്നറിയത്തില്ല. ആൻഡ് വേറൊരു കാര്യമുള്ളത്, യൂട്യൂബൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് ഒക്കെ ഇതിന് ശേഷം എത്ര എളുപ്പത്തിലാണ് റെസ്യൂം ആവുക എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാർക്കും കുറച്ച് വീക്സ് ഒക്കെ വോയിസ് ഇല്ലാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പേടിയൊക്കെ ഉണ്ട്, ഇനി ശബ്ദം എങ്ങാനും പോയി നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ. നമ്മൾ തൊണ്ടത്തൊഴിലാളിയാണല്ലോ ടെക്നിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറൊന്നും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ടെമ്പററിലി ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ അത് വന്നോളും, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. എനിവേ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആയതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം എല്ലാം ഒരു പകപ്പാണല്ലോ. അങ്ങനെ പിന്നെയുള്ളത്, കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജോലികളിൽ ഓൾമോസ്റ്റ് എല്ലാം പൂർത്തിയാക്കി. പിന്നെന്താണ്, പിന്നെ നമ്മളൊരു പബ്ലിക്കേഷൻ്റെ 1 year ആനിവേഴ്സറിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ് 15th വെച്ചേ. അതിൻ്റെ പേര് വോയിസ് ഓഫ് കേരള എന്നിട്ടെ. എന്നാലോചിച്ചു, അങ്ങനെ വോയിസ് ഓഫ് കേരള എന്ന പ്രോഗ്രാം ഇട്ടിട്ട് അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റിൻ്റെ അന്നാണ് തൊണ്ടയ്ക്ക് സർജറിക്ക് പോകുന്നത്. നല്ല മുതലാളിയല്ലേ. സ്റ്റിൽ ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം എ മുതലാളി. എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നൊരു നല്ല മുതലാളി. അപ്പം അതിൻ്റെ ഒരു മെയിലൊക്കെ ആൾക്കാർക്ക് അയച്ചു. 22ാം തീയതിക്കുള്ളിൽ ഫൈനൽ പറയാമെന്ന് വെച്ചിട്ട് ഞാൻ പാതി പ്രോസസ്സിൽ വെച്ചിരിക്കുകയാണ്. ടീം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസം നമ്മളതിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ക്ഷീണം വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും എല്ലാം മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ വേറെ ബുക്കൊന്നും അങ്ങനെ പുറത്തുനിന്നുള്ള അധികം ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ബാക്കി ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടക്കുകയാണ്. ഒരാഴ്ച മാറി നിന്ന് പോകാവുന്ന ഒന്നുമില്ല. പക്ഷേ ലക്കിലി, അല്ലെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ഈ ഹാപ്പിനെസ് എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഇന്നിപ്പോൾ ഒരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്, മറന്നു വെച്ച ഹൃദയത്തിനും മുതൽക്കാതലിനും. അതൊരു 500 കോപ്പി വെച്ചിട്ടാണ്. അതിനി അയക്കണം എന്നുള്ളൊരു പണി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മറ്റേ അത് തീർത്തിട്ട് വേണം നമുക്ക് പോയി സർജറി ചെയ്യാൻ. പണ്ടത്തെ ആൾക്കാർ എടുത്തില്ലേ, നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ പോയി പ്രസവിച്ചു എന്ന്. അതിലൊന്നും ഇപ്പോൾ ഒരു അതിശയോക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ലൈഫ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇത് തീർത്തിട്ട് പോയിട്ട് വേണം സർജറി ചെയ്യാൻ. ഓക്കെ, അതുണ്ട്. പിന്നെ ഉള്ളത് എന്താ പറയുക, ടെക്നിക്കലി എൻ്റെ ഫീലിംഗ് എന്താണെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർ ലൈഫ് കോച്ചാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് ഫീലിംഗ്, ഒരു ക്യാൻസർ വരുമ്പോൾ വാട്ട് ഈസ് യുവർ ഫീലിംഗ്, അതൊരു വലിയ സംഭവമല്ലേ. അങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം വന്നത് പേടിയാണ്, എല്ലാ മനുഷ്യനും വരുന്ന പോലെ തന്നെ. പിന്നെ ഇതൊരു സേഫ് സൈഡ് ക്യാൻസർ ആണ് എന്നറിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി. അഗെയിൻ പേടിയെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാനൊരു മറ്റേ തുന്നലിടാൻ പോലും ആശുപത്രി പോയിട്ടില്ലേ, വല്ല വാക്സിൻ എടുക്കാനോ പനി വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കാനോ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് വേറെ ഒരു എക്സ്പീരിയൻസും ഇല്ല. അതിന് എനിക്ക് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇല്ല. ഈ പറയുന്ന മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോഴും അതെ, ഇപ്പോഴും നമ്മൾ ഹെൽത്തി തന്നെയാണ്. ഒരു വിഷമമുള്ളത്, 10-33 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓർഗൻ എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. തൈറോയിഡ് അവർ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തൈറോയിഡ്, എനിക്കറിയത്തില്ല വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിഷമിക്കുമോന്നേ. യൂഷ്വലി ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തവരുണ്ടാവും. അവർക്കൊക്കെ എന്ത് ഫീലിംഗ് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാരണം ടെക്നിക്കലി എനിക്കതൊരു ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് എൻ്റെ ഒരു സാധനം പോവുകയാണല്ലോ എന്നൊരു ഫീലാട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ചില സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ഒരു നഷ്ടം ഫീൽ ചെയ്യത്തില്ലേ, ലോസ് ഓഫ് സംതിങ്, അങ്ങനത്തെ ഒരു നഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് പോവാണല്ലോ, എനിക്കിതിനെ മിസ് ചെയ്യുമല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനോട് ഭയങ്കര എന്താ പറയുക, നന്ദിയോടെയാണ് ഞാൻ എൻ്റെ തൈറോയിഡിനെയും ആലോചിക്കുന്നത്. ആൻഡ് അപ്പോൾ ഞാനിങ്ങനെ എഴുതുമ്പോഴൊക്കെ എഴുതാമെന്ന് വിചാരിക്കുന്നത്, അയ്യോ എൻ്റെ കണ്ണൊക്കെ നിറയുന്നു. ഞാനിങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യനൊന്നും അല്ല കേട്ടോ, എസ്പെഷ്യലി ബിഫോർ ദ ക്യാമറ. ഞാൻ അങ്ങനെയൊന്നും ആരുടെ മുന്നിലും വൾണറബിൾ ആവത്തൊന്നുമില്ല. എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ മുമ്പിലൊക്കെ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ മുമ്പിലൊക്കെ. അതർവൈസ് വലിയ ഇതിലൊന്നും എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാനങ്ങനെ അത്ര ഈസിലി കിട്ടുന്ന ഒരാളല്ല വൾണറബിലിറ്റിയുടെ കാര്യത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ
ടൈപ്പ് ചെയ്താ എഴുതുന്നത്. അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 33 വർഷങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എന്താ പറയുക എല്ലാ സാധനങ്ങളും അറിയാവുന്ന നമ്മുടെ മറ്റെന്താ പറയുക എല്ലാ പഴയ പ്രണയങ്ങളിലെയും ഉമ്മകളൊക്കെ വാങ്ങിയിട്ടുള്ള കഴുത്തിൻ്റെ പുറകിലിരിക്കുന്ന പൊയ്റ്റിക്കാണ് സ്റ്റിൽ. പാവം തൈറോയിഡ് 33 വർഷം നമുക്ക് വേണ്ടി പണിയെടുത്ത നമ്മുടെ എനർജി അല്ലെങ്കിൽ മെറ്റബോളിസം ഒക്കെ എല്ലാ കാര്യത്തിലും തൈറോയിഡിന്റെ ഫങ്ഷൻസ് ഒക്കെ അറിയാലോ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പണിയെല്ലാം എടുത്ത ഒരാളെ പെട്ടെന്ന് മതി, ഇപ്പം നിന്റെ എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞ് നീ പൊക്കോന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഫീലിംഗ് ഉണ്ട്. ആ ഒരു ലോസ് ഓഫ് എന്താ പറയുക തൈറോയിഡ് പൊക്കോ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. സ്റ്റിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, എനിക്ക് മുന്നേ ഉള്ള എൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും എൻ്റെ മാരേജ്, ഡിവോഴ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണല്ലോ ഞാൻ. അപ്പം ആ സമയത്ത് എനിക്ക് ഇതേപോലത്തെ ഫീലിംഗ് ഒക്കെ തന്നെയാണ് ദാറ്റ് എൻ്റെ പ്രിയപ്പെട്ട എന്തോ എനിക്ക് നഷ്ടപ്പെടുന്ന ഫീലിംഗ്. അപ്പോൾ ഐ നോ ദാറ്റ് ഫീലിംഗ്. അതുകൊണ്ട് ഇത് കമ്പയറബിളാണ്, എനിക്കറിയാം. പിന്നെ ഇത് മറ്റേ തപ്പി നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നു പിന്നെ കാണുന്നില്ല എന്ന് പറയുന്നൊരു സാധനം അല്ലല്ലോ, ഇത് ഉള്ളിലിരിക്കുന്നതാണല്ലോ. അങ്ങനെ അപ്പോൾ ഉള്ളിലുള്ള പല ഫീലിങ്സും നമുക്കിങ്ങനെ നഷ്ടപ്പെടുന്ന പോലെ ഇതിങ്ങനെ പൊക്കോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് വേറെ എന്താ ഉള്ളത് ഇതിൽ, അതിനെക്കുറിച്ച് ഞാൻ ഇനിയും പറഞ്ഞാൽ ഞാൻ വികാരാധീനിയാവും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു നല്ല സ്പേസിലെത്തി ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, അത് പറയാം. അതായത് ഞാൻ പൊതുവെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തല്ലു കൂടിയിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പിന്നെ എന്ന് വിചാരിക്കണ്ട, നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. നമ്മളോട് ആൾക്കാർ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പെരുമാറുക കേട്ടോ. അല്ലേ, നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാരോട് നമുക്ക് അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ പെരുമാറാൻ പറ്റില്ലല്ലോ. പക്ഷെ ബേസിക്കലി ഞാൻ കുറച്ചൊരു നല്ല ദയുള്ള മനുഷ്യനാണ്. മൊത്തം ചുറ്റുപാടുകളോട് ഭയങ്കര ദയുള്ള, ഭയങ്കര ഒബ്സർവിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പൊതുവെ ആൾക്കാരോടൊക്കെ കുറച്ചുകൂടി സ്നേഹം തോന്നി അസുഖമൊക്കെ വന്നപ്പോൾ. ആൻഡ് എന്താ പറയുക, അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ കൈൻഡ്നെസ്, വേറെ വാക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഒരു ഹയർ വേർഷൻ ഓഫ് മീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ചുകൂടെ ഒരു നല്ല സ്പേസിലേക്ക് പോയി. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്തു. ഞങ്ങൾ ഈ ആഴ്ച അടുത്ത ആഴ്ച ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ക്യാമ്പ് സ്ട്രേഞ്ചേഴ്സ് അല്ലേ അവരുടെ. അത് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തത് ക്യാൻസൽ ചെയ്ത്, എമൗണ്ടൊക്കെ ഫുൾ. അപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അപ്പോൾ ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതുവരെ ലൈഫിൽ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും അതിനൊരു നല്ല സൈഡ് ഉണ്ടാവും. എൻ്റെ തെറാപ്പിസ്റ്റ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഞാനിപ്പോൾ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, അന്ന് എൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ എപ്പോഴും ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ എന്നോട് എന്താ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയായിരുന്നു, ദിവ്യ വാട്ട് ഇസ് മെൻ ടു ബി ഇസ് മെൻ ടു ബി എന്ന്. അതായത് ഇതിങ്ങനെ അല്ല എന്നൊരു പോയിന്റ് ഇല്ല, ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ഇതിങ്ങനെ സംഭവിച്ചാലേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പേസിൽ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ, ഈവൻ ഇപ്പോൾ വിത്ത് ക്യാൻസർ ആണെങ്കിൽ പോലും, ഐ ഫീൽ ലൈക്ക് ഇത് കുഴപ്പമില്ല, ഇതിങ്ങനെ സംഭവിച്ചതിൽ ഒരു നല്ല സൈഡ് ഉണ്ട്. കാരണം ഭയങ്കര ടെർമിനൽ ആയിട്ടുള്ള ഇൽനെസ് ഒന്നും അല്ല വന്നത്. കുഴപ്പമില്ല, ഇത് റിക്കവറി ചാൻസസ് ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് അതൊക്കെയാണ്, അത് എനിക്കിപ്പോൾ നിലവിലുള്ള എൻ്റെ കപ്പാസിറ്റിക്ക് ഇനി ഇത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതായത് ചിലപ്പോൾ എല്ലാ സാധനവും നമുക്ക് എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അന്ന, അവളെപ്പോഴും പറയും, ഞാൻ മറന്ന ചെറുതത്തിലൊക്കെ അവളുടെ ഒരു 2 ക്യാരക്ടേഴ്സിനെ മിക്സ് ചെയ്തൊരു ക്യാരക്ടറിന് നെയിം ചെയ്തപ്പോൾ അവളുടെ പേര് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവൾ പണ്ട് എപ്പോഴും പറയായിരുന്നു, അവൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. നമുക്ക് എന്തെങ്കിലും റിസീവ് ചെയ്യാനുള്ള പോയിന്റ് ആവുമ്പോഴേ ദൈവം നമുക്ക് തരുള്ളൂ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അതിനകത്ത് നല്ലതൊന്നും മോശമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഫിലോസഫിക്കലാവുന്നുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഫൈനൽ നോട്ട് പറയാൻ വന്നത്, ഇപ്പം തന്നെയാണ് 23 മിനിറ്റായി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട്. ആൻഡ് ഇത്രയും നേരം സംസാരിച്ചിട്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. പൊതുവെ ആൾക്കാരൊക്കെ എന്നോട് പറയുന്നത് എൻ്റെ സംസാരിക്കുന്ന സ്പീഡ് വളരെ കൂടുതലാണെന്നുവാ. അപ്പോൾ എന്നെ അതൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവിടെ ഒരു ഫോൺ ഇരുന്ന് ഒച്ചയ്ക്കും. ആൻഡ് ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കാണുന്ന മോസ്റ്റ്ലി വിമൻ ആണെന്ന് തോന്നുന്നു എന്നെ കാണുന്നത്. സ്റ്റിൽ ആരാണ് എന്നെ കാണുന്നതെങ്കിലും നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ല ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ, ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻ പല ചേച്ചിമാർക്കും തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ. അവർ ക്യാൻസർ അല്ല, സ്റ്റിൽ അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ദാറ്റ് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം പലർക്കും ഉണ്ട്. അപ്പം നമ്മൾ ആ DNA ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് നിങ്ങളുടെ ഇയർലി ചെക്കപ്പുകളിൽ ഈ അൾട്രാസോണിക് സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഡോക്ടറോട് പറയുക നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
ആൻഡ് ഇത് നിങ്ങളൊരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. ഇതിനൊരു 1200 രൂപയുള്ളൂ ഈ ചെക്കപ്പ് ചെയ്യാനായിട്ട്. വർഷത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതിയോ? ആൻഡ് നിങ്ങൾ ഇതുവരെയും വർഷത്തിൽ ഒരു തവണ പോലും ഒരു ബ്ലഡ് ടെസ്റ്റോ ഒന്നും എടുക്കുന്ന ആളല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുക. ഞാൻ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. എല്ലാ വർഷവും പോയിട്ട് കൊളസ്ട്രോൾ, ഷുഗർ, എല്ലാ സാധനം ഉണ്ടല്ലോ, കിഡ്നി ഫംഗ്ഷൻ, അതെല്ലാം കൂടി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി. അത് ഈവൻ നിങ്ങൾക്ക് അതൊരു വലിയ ചിലവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലാത്ത ആശുപത്രികളിലെ സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുകളിലെ അവിടെയൊക്കെ വളരെ ചീപ്പായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു ലാബിൽ പോയി ചെയ്യുകയാണെങ്കിലും ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. വർഷത്തിൽ ഒരു തവണ എന്ന് വെച്ച് നോക്കുമ്പോൾ അതൊരു ചിലവല്ല, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയുകയല്ല, പക്ഷെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതൊന്ന്. 2, ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ആൻഡ് എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. സ്റ്റിൽ ചില കാര്യങ്ങളെല്ലാം ഒന്നും കവേർഡ് ആവുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എന്താ പറയുക, വലിയൊരു സർജറിയൊക്കെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ പാടായിരിക്കും. ഇപ്പോൾ ഈ സർജറി എന്ന് പറയുന്നത് ഈവൻ ഇഫ് ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാനേജബിൾ ആയിരിക്കും. പക്ഷേ മറ്റേതങ്ങനെയല്ല. വലിയ വലിയ ചിലവുള്ള സർജറി ഒക്കെ വരികയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എടുക്കുക. ഇപ്പം എൻ്റെ പാരൻസ് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത മനുഷ്യരായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവരുടെ പല കാര്യത്തിലും. അപ്പം ആ കുട്ടികൾ ഞങ്ങൾക്കത്, ഞാനപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു മറ്റേ പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ട് മക്കളല്ലേ നിങ്ങൾ അങ്ങനെ പറയാമോ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മക്കൾക്കൊന്നും അധിക ഭാരം കൊടുക്കരുത് ഇങ്ങനത്തെ വിഷയങ്ങളിൽ. ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പേരിലൊരു എന്താ പറയുക ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചാൽ ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും കൂടി അവർക്ക് എടുക്കണ്ട എന്നുള്ള പോയിന്റിൽ അവർ എത്തും. അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള മനുഷ്യനാണെങ്കിലും, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിലും, അല്ല നിങ്ങളൊരു കുട്ടികൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാരൻ്റ് ഒന്നും ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഒന്നും ഇല്ലെങ്കിൽ അത് എടുത്ത് വയ്ക്കുക. ഇതൊരു എന്താ പറയുക സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല, ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസിയെ പറ്റി കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല. സ്റ്റിൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ഇൻഷുറൻസ് ഉള്ളപ്പോഴുള്ള കാര്യം എനിക്കറിയാം, ഇല്ലാത്തപ്പോഴുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി ഓടിയിട്ടുള്ളതാണ് അമ്മയുടെയൊക്കെ സമയത്ത്. അതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് എപ്പോഴും പോക്കറ്റിൽ ഒതുങ്ങണമെന്നില്ല. ഉറപ്പായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സാധനങ്ങൾ വായിക്കാനും കിട്ടുകയാണെങ്കിൽ അത് മേടിച്ച് നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി തരുന്ന ആൾക്കാരുണ്ട്, അവരോട് സംസാരിച്ച് കൃത്യമായിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. ഹായ്. ആക്ച്വലി ഞാൻ യൂഷ്വലി എൻ്റെ ഫോണും ബാക്കിയുള്ള ഫോണുകളൊക്കെ എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കാതിരിക്കാറ്. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ടും ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ 1-2 ബുക്കിന് ബൾക്ക് ഓർഡർ വന്നുകൊണ്ട് നമ്മൾ മുതൽക്കാതൽ ആദ്യമായിട്ട് ഓഫ്സെറ്റിൽ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതും കൂടിയൊക്കെ വന്നുകൊണ്ട് ഫോണുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ പാർട്ട്ണർ ഒരു ഓൺലൈൻ സെഷനിലായതുകൊണ്ട് ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തോ പറഞ്ഞിട്ട് പോയിരിക്കുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഒരു കോൾ വന്നത് തന്നെയും നമ്മുടെ മുതൽക്കാതൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എൻ്റെ മൂന്നാമത്തെ നോവലാണ്. ഓക്കെ. അതിൽ ഇപ്പം നമ്മൾ ഇതുവരെയും പ്രിന്റ് ഓൺ ഡിമാൻഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കുറവ് കോപ്പീസ് വേണമെങ്കിലും 100 കോപ്പി ആണെങ്കിലും 300 കോപ്പി ആണെങ്കിലും ഒക്കെ അടിക്കാം. ഇപ്പോൾ നമുക്കൊരു 1000 കോപ്പിയൊക്കെ ഡിമാൻഡ് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഓഫ്സെറ്റിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓഫ്സെറ്റിൽ ഇത് പ്രിന്റ് ചെയ്യുന്ന ഒരു നീഡിലേക്ക് വന്നത് ഇന്നാണ്. അത് ഞാൻ പറഞ്ഞു, ഇന്നലെ നമുക്ക് ക്യാൻസറിൻ്റെ കാർഡ് കിട്ടി, ഇന്ന് നമുക്കൊരു വലിയ ബിസിനസ്സിൻ്റെ കാർഡ് കിട്ടി. അങ്ങനെയൊക്കെയാണ് ലൈഫ്. സോ അപ്പം അതിൻ്റെ സന്തോഷം നമ്മൾ റിസീവ് ചെയ്യുന്നു. അതൊക്കെ അങ്ങനെ തന്നെയാണ്. സോ അപ്പം ഇൻ ബിറ്റ്വീൻ ആ സന്തോഷം വേറെ ആരോടും പറയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇൻഷുറൻസ് മറക്കാതെ എടുത്ത് വയ്ക്കാവുന്നത് 2 റുട്ടീൻ ചെക്കപ്പുകൾ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ തൈറോയിഡ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം തൈറോയിഡ് എന്ന് പറയുന്നത് മറ്റേ ത്രോട്ട് ആൻഡ് നെക്ക് ക്യാൻസറുകളിൽ ചിലതൊക്കെയും ഈ പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ എന്താ പറയുക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പാരൻസിനൊക്കെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നമുക്കും അതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥിരമായി നിങ്ങളൊരു ഡോക്ടറുമായി ഇൻ ടച്ചിലിരിക്കുന്ന നല്ലതാണ്. അപ്പം എനിക്കൊക്കെ ഇപ്പം എൻ്റെയൊക്കെ കേസിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ വന്നിട്ട് ഞാൻ സ്ഥിരമായി ഒരു ഡോക്ടറെ കാണും. ഇപ്പോൾ പുള്ളിക്ക് അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ ഫയൽ എടുത്ത് നോക്കിയാൽ അവർക്ക് അറിയാം ആദ്യം തൊട്ട് ഇത് എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ. വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് കാലിലെ ലിഗമെന്റ് ഒക്കെ പൊട്ടിച്ച് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഹിസ്റ്ററി അവർക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്ന ആളാണ്, നമ്മുടെ എന്താ ആക്ടിവിറ്റി എന്താണ്, നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളെയും നന്നായി അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ നിയർ ബൈ സറൗണ്ടിങ്സിൽ അങ്ങനെ ഒരു ഡോക്ടറെയോ ആശുപത്രിയോ കണ്ടുപിടിക്കുക.
പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ തന്നെ സുഹൃത്തുക്കളിൽ പലരും ഉണ്ട്, ഇപ്പൊ പാരൻസിനൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെയും പറയും, ഇയർലി നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കാം, മാമോഗ്രാം പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ടെസ്റ്റ് എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യാം. വലിയ ചിലവൊന്നും വരത്തില്ല ഇതിനൊന്നും. ശരിക്കും ചിലവ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും അറിയാതെ കുറെ കാലം ഇതൊക്കെ ആയിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയി നമ്മൾ ഇടിച്ചു നിൽക്കും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് വലിയ ചിലവുകൾ വരിക. അല്ലാതെ റൊട്ടീൻ ചെക്കപ്പിനോ അല്ലെങ്കിൽ ഇൻഷുറൻസിനോ വലിയ ചിലവ് വരില്ല. മന്ത്ലി അല്ല, ഇയർലി ഒരു തവണത്തെ ചിലവേ വരുള്ളൂ. അപ്പം അതൊക്കെയാണ് എൻ്റെ പാർട്ടിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സജഷൻസ്. പിന്നെ ഭയങ്കര ഒരു നല്ല സ്പേസ് എന്ന് എനിക്ക് പറയാനുള്ളത് കാര്യം, നിങ്ങൾ വളരെ ഹൈലി ഇൻ ടച്ച് വിത്ത് യുവർ ബോഡി ആൻഡ് മൈൻഡ് ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യാം. ഞാൻ തെറാപ്പി എടുത്തു, അന്ന് എടുത്തതാണ്, അതായത് എൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് എടുത്തതാണ് തെറാപ്പി. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, അതെന്നെ 5-6 വർഷത്തെ എൻ്റെ പ്രേമമായതുകൊണ്ടും, പ്രേമം കല്യാണം ഡിവോഴ്സ് എന്നായിരുന്നു, അതെനിക്ക് പെട്ടെന്ന് അങ്ങനെ പറിച്ചു കളയാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി ആണെങ്കിലും ആ മനുഷ്യനാണെങ്കിലും അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ല. നല്ല സ്പേസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളിൽ. പക്ഷെ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്പേസിൽ നിന്ന് അത്രയും ഫോഴ്സ്ഫുള്ളി ഇറങ്ങി വരാൻ നേരത്ത് സ്വയമായിട്ടും ഞാൻ തന്നെ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരേണ്ട ഒരു എനർജി എനിക്ക് വേണമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ലതല്ലായിരുന്നു. നമുക്ക് നല്ലതിനല്ലാത്ത എവിടെയും നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, തൈറോയിഡ് ഇപ്പോഴും നന്നായി പണിയെടുക്കുന്നുണ്ട്. TSH ഒക്കെ ഇപ്പോഴും നോർമലാണ്. പക്ഷേ പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് നല്ലതിനല്ലാത്തതുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെയാണ് ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവുമായിട്ട് ഹൈലി ഇൻ ടച്ചിലിരിക്കാൻ അവനവനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ജേർണലിങ് പോലത്തെ കാര്യങ്ങളൊക്കെ, എഴുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഭയങ്കര ഹൈലി ഇൻ ടച്ച് വിത്ത് മീ ആണ്. കാരണം എൻ്റെ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, എൻ്റെ ആദ്യത്തെ ബുക്ക് ഒരു കവിതാ ബുക്ക് ബ്രേക്കപ്പിൻ്റെ സമയത്ത്, ഡിവോഴ്സിൻ്റെ സമയത്ത് എഴുതിയ കവിതകളാണ്. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് മറന്നു വെച്ച ഹൃദയം നോവൽ എഴുതുന്നത്. അതും എൻ്റെ ലൈഫാണ്. അപ്പം ഞാനത് എഴുതാനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ എത്രത്തോളം അതിനകത്ത് ഇരുന്ന് പോയിട്ടുണ്ടാവും. ഞാൻ ആ സാധനമൊക്കെ പിന്നെയും കണ്ട് ഞാനത് ഒബ്സർവ് ചെയ്ത് ഫീൽ ചെയ്ത് ഹീൽ ചെയ്തൊക്കെയാണ് വന്നത്. പിന്നെ കുറേ നാൾ ഞാൻ തെറാപ്പി എടുത്ത, അതിൽ നിന്ന് എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഹീൽ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. എനിക്കത് ഭയങ്കര എക്സൈറ്റിങ് സാധനമായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ഹീൽ ചെയ്യുന്നത്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് മുതൽക്കാതൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ ഒരു ഭയങ്കര അടുപ്പുള്ളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ സ്കൂൾ ടൈമിൽ ഞാൻ പ്രണയം എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല, അതൊരു കൈൻഡ് ഓഫ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ നിൽക്കുന്ന പ്രണയം, അങ്ങനെയൊക്കെ. പ്രണയം പറയാൻ എനിക്കറിയത്തില്ല, നിങ്ങളത് വായിച്ചു നോക്കും എന്നിട്ട് പറയും. അങ്ങനെ ആ സമയത്തുള്ള മനുഷ്യൻ, അദ്ദേഹം ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതെനിക്ക് എഴുതാനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങൾ പ്രണയത്തിലൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പം നമുക്കത് എഴുതാനുള്ള അല്ലെങ്കിൽ വേറൊരാളോട് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. ആൻഡ് അറ്റ് എ പോയിന്റ്, മറന്നു വെച്ച ഹൃദയമൊക്കെ കഴിഞ്ഞപ്പോൾ വിത്ത് തെറാപ്പി, വിത്ത് ദിസ് ഹീലിംഗ്, ഒരു പോയിന്റിൽ ഞാൻ എത്തി. എനിക്കത് എഴുതാം, ഞാനത് എഴുതാൻ കോൺഫിഡൻ്റ് ആയി. എൻ്റെ പാർട്ണർ ജീഷൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്. അതെന്താ അത് എഴുതാൻ പറ്റാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഹൗ ഡസ് ദാറ്റ് മേക്ക് യു ഫീൽ? എപ്പോഴും എന്നോട് അജീഷ് ചോദിക്കുന്ന ചോദ്യമാണ്, ഹൗ ഡസ് ദാറ്റ് മേക്ക് യു ഫീൽ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും. അവിടെ നിന്നാണ് ഒരു ബുക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണ് മുതൽക്കാതൽ എഴുതുന്നത്. മുതൽക്കാതൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 1000 കോപ്പിയുടെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് അറിയുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ തള്ളിക്കൊണ്ട് പോകാൻ വേറെ ആരുമില്ല. നമുക്കൊരു വലിയൊരു പബ്ലിക്കേഷൻ ഹൗസ്, വേറൊരു പബ്ലിക്കേഷൻ ഹൗസിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഗോഡ് ഫാദേഴ്സോ ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ പബ്ലിക്കേഷൻ ഹൗസ് റൺ ചെയ്യുന്നതും, ഞാൻ തന്നെയാണ് എൻ്റെ ബുക്കുകൾ എഴുതുന്നാലും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ ബ്രാൻഡിന് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആ ബുക്ക് എഴുതാൻ പറ്റി. അതായത് ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉള്ള ഭാഗമാണ് മുതൽക്കാതൽ. പിന്നെ ഉള്ളത്, ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വേറൊരു ബുക്കെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എന്തോ ഒരു ഇമോഷണൽ ഒരു സ്ട്രഗിൾ ഉണ്ട്, അതാണ് അത് തീരാത്തത്. അതവിടെ വെച്ചിട്ടാണ് ഈ ബുക്ക് എഴുതുന്നത്, ഈ തൈറോയിഡ് നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഥ. അപ്പം അത് എഴുതുന്നത്. ആൻഡ് എന്നെ പോലെ ചിലപ്പോൾ ഇതിന് മുമ്പൊക്കെ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. തൈറോയിഡക്ടമിയൊക്കെ ഭയങ്കര കോമൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആൻഡ് ചിലപ്പോൾ ആൾക്കാരോട് പറയാൻ വിഷമിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി അതിൽ നിന്ന് പുറത്തു വന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. സിസ്റ്റം എപ്പോഴും സപ്പോർട്ടീവ് ആണെന്നില്ല, എസ്പെഷ്യലി ഫോർ വുമൻ സിസ്റ്റം അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ല എപ്പോഴും. ലക്കിലി ഞാൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് ഒരു മൊത്തത്തിലുള്ള മാനസികവും എല്ലാ രീതിയിലും കുറച്ചുകൂടി നല്ല സ്പേസിലാണ് ഞാൻ. എൻ്റെ ഇടങ്ങൾ ഇപ്പോൾ വളരെ നല്ലതാണ്. ഞാൻ അത് പരിഷ്കരിച്ച് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ ഒരു ബുക്ക് എഴുതിയാൽ അത് ചിലപ്പോൾ
ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അവരെ തന്നെ അതിൽ കാണാൻ പറ്റും. അങ്ങനെ അത് ഈസിയാണോ? നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു ഓർഗൻ പോയിട്ട് ഓക്കെ എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിച്ചു. ആൻഡ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഇമോഷൻസ് ഈ പരിപാടിയോടുകൂടി എനിക്ക് ലെറ്റ് ഔട്ട് ചെയ്യാൻ, വിട്ടുകളയാൻ, പറത്തി വിടാൻ, എൻ്റെ തൈറോയിഡിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ വിഷമങ്ങളെയും തൈറോയിഡ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഗ്രീവിങ് ഉണ്ടല്ലോ, അതിന് പറയുക അത് പോയി എന്നുള്ള സാധനം, അതും കൂടി ഒന്ന് റിലീവ് ചെയ്യാനുള്ള മെത്തേഡായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നതാണ് ഈ ബുക്ക്. പേര് ഞാൻ ഇപ്പം പറയില്ല കേട്ടോ, ഞാൻ കവറും കൂടി ആക്കി കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ നിന്ന് വല്ലതായിരിക്കും മേ ബി ബാക്കി ചെയ്യുക, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എഴുതിയിട്ടുള്ളതൊക്കെ എനിക്ക് വേണ്ടിയാണ്, ഞാൻ എനിക്ക് വേണ്ടി എഴുതിയത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെട്ടു എന്നേ ഉള്ളൂ. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വലിയ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരൊക്കെയുള്ള ഒരു സ്പേസിൽ വളരെ എന്താ പറയുക, ഞാൻ വളരെ ജെന്യുവിനായിട്ട് ടു ദ ഹാർട്ടൊക്കെ വെച്ചിട്ടാണ് പല സാധനം എഴുതാറ്. ഞാനിങ്ങനെ എൻ്റെ ഹൃദയരക്തം കൊണ്ട് എഴുതാന്നൊക്കെ ആൾക്കാർ പറയത്തില്ല, അത്രയും ജെന്യുവിനായിട്ടൊക്കെയാണ് ഞാൻ പല സാധനങ്ങളും എഴുതിയിട്ടുള്ളത്. പക്ഷേ എനിക്കതിന് വേണ്ട അപ്രിസിയേഷൻ ഒന്നും എപ്പോഴൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഐ ഡോണ്ട് കെയർ, നമ്മളെ വായിച്ചിട്ടില്ല എന്നുള്ളത് ആൾക്കാരുടെ നഷ്ടമാണ്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കേട്ടോ. ചില സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചത് വായിച്ചിട്ട് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ എഴുതിയതാണ്, നീ എന്ത് സാധനം വലിക്കുന്നതൊക്കെ ചോദിച്ചിട്ട്. ചുമ്മാ ഞാൻ അങ്ങനത്തെ വേറെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യനില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കും, ഇതെന്താ, ഇതെങ്ങനെ പറ്റിയത്, ഇതെന്താ നീ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ചോദിക്കും, എന്ത് സാധനം നീ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സ്പേസും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെയാണോ എഴുത്ത് എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് നാണം കെടുത്തുന്ന ആൾക്കാരും ഉണ്ട്. വളരെ മോശമായിട്ട് കമൻറ്റ് ഇടുന്ന ഹേറ്റേഴ്സും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്കറിയാം, എൻ്റെ ഹേറ്റേഴ്സിനെയൊക്കെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അവരുടെ പ്രൊഫൈലൊക്കെ എനിക്കറിയാം, ഞാൻ പോയി നോക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എന്തോ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഞാൻ കമൻറ്റ് ചെയ്ത് എൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ദിവ്യയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക അല്ലെങ്കിൽ ദിവ്യ ഇതിന് മറുപടി തരണം. ടെക്നിക്കലി എൻ്റെ അണ്ണാക്കിൽ ഇപ്പോൾ പിരിവെട്ടിയിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതും കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, തൈറോയ്ഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത് വായിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്ന ആലോചിച്ച് നോക്കും. ഞാനതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അഗെയിൻ ഞാനപ്പോൾ ആലോചിച്ചത്, അപ്പം ഞാൻ അയാളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അയാളൊരു കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അയാളൊരു അച്ഛനാണ്. അപ്പം ഇത്രയും ചെറിയൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. ആ അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് നിങ്ങളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക അല്ലെങ്കിൽ. ഞാൻ അതിൻ്റെ മേളിൽ ഭയങ്കര സഭ്യമായിട്ട് ഒരു ഡിസഗ്രിമെൻ്റ് ഉള്ളത് എന്തോ പറഞ്ഞിട്ടുള്ളതിനെയാണ്. എന്നാൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചില്ലേ, പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഭാഷ ഞാൻ ഉപയോഗിച്ചോ, പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ ഉപയോഗിച്ചോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഡെയിലി എന്നെ മോസ്റ്റ്ലി എന്നെ കേൾക്കുന്നതല്ലേ. അപ്പം എൻ്റെ ഒരു വിവരത്തിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഭാഷയാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്നെ തള്ളി ഞാൻ അപ്പുറത്ത് എത്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ റൂട്ടീൻ ചെക്കപ്പുകളൊക്കെ ചെയ്യുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. ആരെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും മുഖത്തൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കും കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ എന്നെ കാണുന്നതല്ലേ, ഇവിടെ ഒരു ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ പറയാതെ തന്നെ ഇവിടെ ഒരു ചെറിയ സാധനം ഉള്ളത്. ഓക്കെ, ആരെങ്കിലും അങ്ങനെ നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുക. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെ ഏതോ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഉള്ളിൽ നിന്ന് തന്നെ തോന്നുക, അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ട് കാണുക, എന്താണെങ്കിലും റിക്കറിങ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ പീരീഡ്സിൻ്റെ കാര്യത്തിലൊക്കെ റിക്കറിങ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് അത് മാറുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ആസ് സൂൺ ആസ് പോസിബിൾ ഒരു ഡോക്ടറെ കാണുക. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്, അത് കുഴപ്പമില്ല, അതിന് നമ്മൾ ആരെ കളിയാക്കൊന്നുമില്ല. വെറുതെ ഇങ്ങനെ അയ്യോ എന്തോ പ്രശ്നം, ജഗതി പറഞ്ഞ പോലെ ഒരു വെള്ളക്കുതിര ചാടിപ്പോയി, അതൊന്നും വിഷയമല്ല, ആര് കെയർ ചെയ്യുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണുക. കാരണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ്. ടെക്നിക്കലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല മനുഷ്യന്മാരെയൊക്കെ ഞാൻ ഈ അടുത്ത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഞാനിത് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവരെന്നെ ഇങ്ങനെ, എന്നാലും ഇതെങ്ങനെ കണ്ടുപിടിച്ചു, എന്നാലും നീ ഇതെങ്ങനെ എന്നാണ് അവരെന്നെ എല്ലാവരും ഇങ്ങനെ എത്ര നാളായി, ഞാൻ 3 ദിവസമായുള്ളൂ കണ്ടുപിടിച്ചിട്ട്. അപ്പം ഞാൻ എങ്ങനെ മനസ്സിലായി? അപ്പം അത് മനസ്സിലായി. അങ്ങനെയാണ് എൻ്റെ കാര്യമൊക്കെ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ഭയങ്കര ദിവ്യജ്ഞാനമൊക്കെ ഉള്ള മനുഷ്യനാണെന്നാണ് ഇപ്പോഴത്തെ. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് എന്തോ ഭയങ്കര വലിയ അഭിപ്രായമാണ്. പണ്ടേ എനിക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം. ഫാസിൽ പറയുന്ന പോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും നമ്മളെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളെക്കുറിച്ച് എന്ത് അഭിപ്രായമുണ്ട് എന്നുള്ളതിലാണ് കാര്യം ഒത്തിരിക്കുന്നത്. അപ്പോൾ അന്നും ഇന്നും എനിക്ക് എന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ആൻഡ് ലക്കിലി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഈ വിഷയമൊക്കെ പറയുമ്പം പണ്ട് എന്നെ പ്രണയിച്ചിരുന്ന മനുഷ്യന്മാർ വരെയും എന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരൊക്കെ വന്നിട്ട് നീ ഭയങ്കര അടിപൊളിയാണ്, നീ സ്ട്രോങ് ആണ്, നീ ഇതൊക്കെ കവർ ചെയ്ത് വരും. അത് ഞാനത് അവരോട് പറഞ്ഞതും അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും നീ ഇതെന്നാലും എങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ. എന്നിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ എൻ്റെ 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവർ ഓടി വരികയാണ്. ഞാൻ പറഞ്ഞു ആരും വരണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു.
ആൻഡ് അപ്പം അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിർത്താതെ സംസാരിക്കാൻ പാടുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി അടുത്തൊരു വീഡിയോ, ഈ വീഡിയോ ഞാൻ എന്നാ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. മോസ്റ്റ്ലി ഞാൻ ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ശബ്ദമൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടായിരിക്കും. അത്രയൊക്കെ ധൈര്യമൊക്കെ എനിക്കിപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് തൊണ്ടയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തൊണ്ട മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ദൈവമേ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അത് ഞാൻ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറയണം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളിലൊരു ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ എൻ്റെ മൂക്ക് കൊള്ളില്ല, എൻ്റെ കണ്ണ് കൊള്ളില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും പല സാധനങ്ങളുണ്ടാവില്ലേ. എൻ്റെ കളർ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര തടിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൊക്കമേ ഉള്ളൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവില്ലേ പലരും. അങ്ങനെയൊന്നും അങ്ങനെ വിചാരിക്കുന്നത് വാലിഡേറ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പണ്ട് എൻ്റെ ശബ്ദം അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്തോ ഒരു കീ 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 എന്നുള്ള ശബ്ദമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ ചീവീടെന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്, ഒച്ചപ്പ് കാരണം. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ഓ മൈ ഗോഡ്, എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോഴല്ലേ അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാവുക. അപ്പോൾ മുന്നേക്ക് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി കറക്ഷൻ നോക്കും, ഇത് ശരിയായോ അത് ശരിയായോ എന്നൊക്കെ. ഇപ്പം ഞാൻ ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ തന്നെ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് എടുക്കണേ. അത്രയും എഡിറ്റ്സ് ഒന്നും ഇതിനകത്ത് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. ആകെ എനിക്കൊരു കോൾ വന്നിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടുണ്ട്. അത് മാത്രമായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, നിങ്ങളുടെ ശരീരത്തിനെ പൂർണ്ണമായും സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കപ്പെടാൻ നിങ്ങളുടെ ശരീരത്തിന് ആകെയുള്ളൊരു ഓപ്ഷൻ നിങ്ങളാണ്. കാരണം നിങ്ങളെ കാണുന്ന ഒരാൾ എപ്പോഴും പറയും നിങ്ങളത് തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, എന്താ പറയുക, അങ്ങനെയൊക്കെ പറയും. മുട്ടയാണ്, മുടിയില്ല, കഷണ്ടിയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ നോക്കി അങ്ങനെ പറയാത്ത ഒരേ ഒരു മനുഷ്യൻ നിങ്ങളായിരിക്കും. അത് നോക്കിയായിരിക്കും നിങ്ങളുടെ ശരീരം ഇരിക്കുന്നത്. അപ്പോൾ അതിനെ അങ്ങേയറ്റം സ്നേഹിക്കുക. കാരണം അത് നമ്മളെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് ഭയങ്കര, എന്താ പറയുക, ഭയങ്കര സംഭവമാണ്. അതായത് നിങ്ങളത് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് എന്നെ അത് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. വാട്ട് എവർ ഹാപ്പൻസ്, ഞാൻ അതിനെ മോശമായിട്ട് ഇതുവരെയും ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളമടിക്കുക, അല്ലെങ്കിൽ പുക വലിക്കുക, ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക, ശരീരം നോക്കാതിരിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ആൻഡ് എനിക്ക് ആകെ ഒരു ഇച്ചിരി ക്രേവിങ് കൂടുതലുള്ളത് ഈ പ്രോസസ്ഡ് ഫുഡ്. ഞാൻ എന്താ പറയുക, ഓണമൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉപ്പേരിയൊക്കെ കഴിക്കാൻ തോന്നത്തില്ല. അല്ലെങ്കിൽ ഈ വീട്ടിലൊക്കെ നന്നായി കുക്ക് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടാണ്. ഇപ്പം വീട്ടിൽ അവരുടെ കൂടെ എല്ലാത്തോണ്ടും ഒരു സമാധാനമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു രീതിയിലും ശരീരത്തിനെ ദ്രോഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാനിപ്പോൾ. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടിപ്പം ഒത്തിരി എന്താ പറയുക, സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങത്തില്ല, അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജ് സമയത്തൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ടു മച്ച് ഷുഗർ കഴിക്കുക. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അത് ഈ അസുഖം വന്നിട്ടല്ല കേട്ടോ, അതിന് മുന്നേ തന്നെ ഒരു 1-2-3 വർഷമായിട്ട് കുറച്ചും കൂടി ഞാൻ ശരീരത്തെ സ്നേഹിക്കുന്ന മനുഷ്യനായി. ഇപ്പം എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ശരീരം ഭയങ്കര അവർ ഗ്ലാസ് ബോഡി ആയി എന്നല്ല. ആ സമയത്തും എപ്പോഴും ഹെൽത്തി തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമുക്കതിനെ എല്ലാ ഫോമിലും ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പറ്റും. ജിമ്മിലൊക്കെ പോകുമ്പോൾ ആദ്യമൊന്നും എനിക്ക് ഈ മസിൽ ഗെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നുമില്ല. ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഞാൻ ജിമ്മിലങ്ങ് പോയതാ. വലിയ എന്താ പറയുക, ലക്ഷ്യബോധങ്ങളൊന്നും ഇല്ലാതെ ജിമ്മിൽ പോയ ആളാണ് ഞാൻ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഫാറ്റ് കുറച്ചിട്ട് മസിൽ ഗെയിൻ ചെയ്യണം. അത് ആൾക്കാരൊക്കെ പറയും പെണ്ണുങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മസിൽ വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സാധനമുണ്ട്. അങ്ങനെ വരുന്നൊരു സാധനമല്ല ഈ മസിൽ. നമ്മൾ നല്ല പട്ടിയെ പോലെ പണിയെടുത്താലും എന്തായാലും പറയാ ഇത്തിപ്പോരം എന്തെങ്കിലും വന്ന് അത് വരുന്നത് അത്ര നമ്മളുടെ സൗന്ദര്യത്തിനെ ഒന്നും എന്താ പറയുക, നമ്മളെ കാണാൻ കൊള്ളാത്തൊരു മനുഷ്യനാക്കില്ല. അല്ലെങ്കിൽ അത് ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുന്ന മനുഷ്യന്മാരുടെ അവരുടെ ഒബ്ജക്റ്റീവ്സ് വേറെ ആയിരിക്കും. അവർക്ക് അവരുടെ ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഇഷ്ടം. നമ്മളങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന മനുഷ്യനാണ്. ഇത്തിപ്പോരം ബൈസെപ്സ് ഒക്കെ എനിക്കുണ്ട്, ട്രൈസെപ്സ് ഒക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അത്രയ്ക്കധികം നമ്മൾ ശരീരത്തെ സ്നേഹിച്ച് തുടങ്ങും. ആൻഡ് മനസ്സിനെ സ്നേഹിച്ചു തുടങ്ങും. ടെക്നിക്കലി ഇത് ഭയങ്കര കോംപ്ലിമെൻ്ററിയാണ്. ബോഡിയെ ഭയങ്കര സ്നേഹിക്കുന്ന മനുഷ്യനെ എന്താ പറയുക, ശരീരത്തെ മനസ്സിനെ സ്നേഹിക്കാൻ പറ്റും. മനസ്സിനെ നന്നായി സ്നേഹിക്കുന്ന ഒരാൾ അൾട്ടിമേറ്റ്ലി ബോഡിയെ സ്നേഹിക്കാൻ ശ്രമിക്കും. ഇത് ഭയങ്കര ഇൻ ഹാൻഡാണ്. ഇത് തമ്മിൽ നല്ല ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ് എവിടെയോ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ കാര്യം പറയാൻ വന്നത് ഇതാണ്, എനിക്ക് എൻ്റെ ശരീരത്തോടുള്ള കുറേ കൺസെപ്റ്റുകൾ മാറി. പണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഈ ഉടുപ്പ് അന്നായിരുന്നെങ്കിൽ ഞാൻ അയൺ ചെയ്തേനെ. ഇപ്പം ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ ക്ലീവേജ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്കിൻ കാണുന്നുണ്ടോ, സ്ലീവ്ലെസ് ഇട്ടാൽ എത്രത്തോളം വൃത്തികേടാണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്നിട്ട് എൻ്റെ തൈറോയിഡ് പോകാൻ നേരത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഇവിടെ മനുഷ്യൻ്റെ തൈറോയിഡ് പോകുന്നു, പിന്നെയാണ് ഒരു ക്ലീവേജ്, അതിപ്പോൾ കണ്ടാൽ എന്താണെന്നാണ്. അതിനൊരു സാധനമായിട്ട് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ഷോൾ ഇടണം, അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടു,
പിന്നെ ആരോ വന്നു. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു സാധനം റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തോടുള്ള ആ സാധനത്തെ കുറിച്ചിട്ടല്ലേ. അത് പോയിന്റ് ഈസ്, എന്താ പറയുക, ഇപ്പം വാങ്ങിക്കാൻ വന്നത് ഒരു ടീഷർട്ട് മേടിച്ചത് സൈസ് കറക്റ്റ് ആവാതെ റിട്ടേൺ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ ആൾ വന്നപ്പോഴാണ് ഞാനിത് ബ്രേക്ക് ചെയ്തിട്ട് പോയത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാനത് ആ ടീഷർട്ട് വന്ന് ഇട്ട് നോക്കാൻ നേരത്തെ എൻ്റെ ചിന്ത, ഇത് കയറുന്നില്ലല്ലോ, ഇത് മറ്റേ സൈസൊക്കെ നോക്കി മേടിച്ചിട്ട് ഇത് കയറുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച ഫിറ്റ് അല്ല അത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ടീഷർട്ടിനകത്ത് കയറുക എന്നുള്ളതല്ല എൻ്റെ പണി, എൻ്റെ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ളൊരു സാധനം വാങ്ങുക എന്നുള്ളതാണ്. അഗെയിൻ അത് ടു ടൈറ്റ് ആണോ അല്ലെങ്കിൽ ടു ലൂസ് ആണോ, അത് എങ്ങനെ ഇടണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും നമുക്ക് ഈ പറയുന്ന സാധനം ഉണ്ടാവും. എപ്പോഴും നമ്മളെ എങ്ങനെ വളർത്തി ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചൊന്ന് ഒരുങ്ങി വരുമ്പോഴത്തേക്കൊക്കെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ സാധനം ഉണ്ടല്ലോ. പണ്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള കമൻസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ ബോഡി. അപ്പോൾ ആൾക്കാരങ്ങനെ പലതും പറയും. നിങ്ങൾ വേറൊരാളെ കൊന്നിട്ടുണ്ട് എന്നല്ലാത്ത എല്ലാം നിങ്ങളെക്കുറിച്ച് ഇവർ പറയും. ഇപ്പോൾ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളൊരു കോഴിയാണെന്ന് പറയും, ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ മറ്റേ ടൈപ്പാണെന്ന് പറയും, അല്ല നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് മോഡേൺ ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഇതുപോലൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ കുറച്ചുകൂടി അതിനകത്തേക്ക് കൃത്യമായി നോക്കാൻ കാണും. എനിക്ക് തോന്നുന്നു ഞാൻ നാളെ കുറച്ചും കൂടി ബോൾഡായിട്ട് ഡ്രസ്സ് ചെയ്യും ആഫ്റ്റർ ദിസ് കുന്തം, എന്താ പറയുക, ഈ സാധനം പോയി കഴിഞ്ഞതിന് ശേഷം. ആൻഡ് ഇപ്പോഴും എനിക്ക് എൻ്റെ തൈറോയ്ഡ് എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. ഈവൻ ദോ അതിനകത്തൊരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ തൈറോയിഡിനെ അങ്ങ് സ്നേഹിക്കുകയാണ്. അല്ലെങ്കിലും എനിക്ക് പല സാധനങ്ങളോടും ടോക്സിക് റിലേഷൻഷിപ്പാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇപ്പം ചില റിലേഷൻഷിപ്പൊക്കെ നമുക്ക് മോശമാണെന്ന് അറിഞ്ഞാലും കുറേ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കത്തില്ലേ, ഇത് നമ്മൾ ശരിയാകും എന്നൊക്കെ. അതുപോലെയൊക്കെയാണ് എൻ്റെ കാര്യം. തൈറോയിഡിൻ്റെ കാര്യത്തിൽ പോലും ഞാനിങ്ങനെ, എന്നാലും എനിക്കതിനെ ഉപേക്ഷിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. അപ്പം വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫീലിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിൽ ഇത്തരം വീഡിയോയിൽ ഇത് അങ്ങനെ ഒരു, എന്താ പറയുക, നോർമലി ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതിന് നല്ലൊരു ഫോർമാറ്റ് ഉണ്ടാവും, റിപ്പീറ്റഡ്ലി ഒന്നും ഞാൻ പറയുന്നുണ്ടാവില്ല, അങ്ങനെയുള്ളൊരു വീഡിയോ അല്ല ഇത്. കാരണം ഇത് അങ്ങനെ ഒരു വീഡിയോ ആക്കാനുള്ള ഒരു, എന്താ പറയുക, അടുക്കും ചിട്ടയോടെ ഒന്നും എടുത്തതല്ല. ആകെ എന്താ പറയുക, കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചു പറയണം എന്ന് വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിവേ, ഞാൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുറച്ച് നാളെങ്ങനെ എന്നെ കാണാതിരുന്നാൽ ഞാൻ എൻ്റെ റിക്കവറി ടൈമിലാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് എനിക്കറിയാം എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അത് എല്ലാ മനുഷ്യന്മാരും, ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, എല്ലാ മനുഷ്യന്മാരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എഴുത്തും വായനയൊക്കെ നടക്കട്ടെ. ബാക്കി വീഡിയോയിൽ വരാൻ കഴിയാത്ത അവസ്ഥയിൽ വല്ല ആണെങ്കിൽ പോലും അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാവും, ചെക്ക് ചെയ്യുക, മെസ്സേജുകളൊക്കെ അയക്കാം, കമൻ്റൊക്കെ ചെയ്യാം. സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അവനവന് വേണ്ട കാര്യങ്ങളൊക്കെ മറക്കാതെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.